ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ വളരെയേറെ സങ്കടത്തിലാണ് നിങ്ങളോട് ഈ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പുത്തൻ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ രവീന്ദ്രന് വലിയൊരു ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അതിന് 4 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നൊക്കെയായിട്ട് ഡോക്ടർ വന്ന് പറയുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ സച്ചി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കും. 4 ലക്ഷം രൂപയോ? അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക, ജൂനിയർ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, 4 ലക്ഷം രൂപ കെട്ടിയാലേ ഓപ്പറേഷൻ നടക്കൂ, അല്ലെങ്കിൽ വലിയൊരു മേജർ അറ്റാക്ക് വരാൻ തന്നെ സാധ്യതയുണ്ട്, അച്ഛൻ്റെ ജീവൻ തന്നെ പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ എല്ലാവരും എന്ത് ചെയ്യും എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. 4 ലക്ഷം രൂപ ഇത് ഇവരെ എവിടെ നിന്ന് ഒപ്പിക്കും എന്നിങ്ങനെ ആർക്കും അറിയാത്ത സച്ചിയാണെങ്കിൽ ഭ്രാന്തെടുത്ത അവസ്ഥയിൽ നിൽക്കുക. തലയിലേക്ക് ഇങ്ങനെ കൈവച്ചു ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രേവതി അവർ പോയി കുളിച്ച് ആ നെറ്റിയിലൊക്കെ ഭസ്മൊക്കെ തൊട്ട് അപ്പം തന്നെ ശയനപ്രദക്ഷിണം നടത്തുക അമ്പലത്തിൽ. അച്ഛൻ്റെ ആ ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി രേവതി അവിടെ കിടന്ന് ശയനപ്രദക്ഷിണം ചെയ്യുന്നൊരു രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവസാനം ഒടുവിലത്തെ സീൻ നമ്മളേക്ക് കരയിപ്പിക്കണം. നമ്മുടെ രവീന്ദ്രൻ ആ ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നിട്ട് ആ ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് പോലും ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ പൊളഞ്ഞു കുത്തുന്ന ആ ഒരു ബെഡിൽ കിടന്ന് ICUവിൽ പൊളഞ്ഞു കുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചുറ്റിനും നേഴ്സോ ഡോക്ടറോ ആരും തന്നെ ഇല്ലാട്ടോ. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ രവീന്ദ്രൻ, നമ്മുടെ അച്ഛൻ എന്നേക്കുമായി പോകുകയാണോ? എന്നേക്കുമായി അവർക്ക് നഷ്ടമാവുകയാണോ? കാത്തിരുന്നതിനെ കാണാം പ്രേക്ഷകരെ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.